ചേച്ചി രാവിലെ പതിവിലേറെ സന്തോഷത്തിലാണല്ലോ, എന്ത് പറ്റി? സന്തോഷത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ച് അമ്പലത്തിൽ പോവുകയും കൂടെ ചെയ്തു. എന്താണെന്നറിയാമോ, CP രാധാകൃഷ്ണൻ സാറ്, അദ്ദേഹം ജെം ഓഫ് എ പേഴ്സൺ ആണ് കേട്ടോ. C എന്നുള്ളതിന് നമ്മൾ കാം, P എന്നുള്ളതിന് പൊളൈറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രവർത്തകന് ഏറ്റവും ആവശ്യമുള്ള 2 ഗുണങ്ങളാണ് കാമായിട്ടിരിക്കുക. നിന്നെ കൊല്ലാൻ പോവാതെ ഓടി വരുവാണെങ്കിലും വരൂ സഹോദര എന്ന് പറഞ്ഞ്, ഞാൻ അങ്ങനെയല്ല. ഈ രാധാകൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രേക്ഷകരെന്ന് പറയണ്ടേ, അതായത് നമ്മുടെ CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുത്തു. 452 വോട്ടാണ് ലഭിച്ചത്. NDA പ്രതീക്ഷിച്ചതിനേക്കാൾ 14 വോട്ട് കൂടുതൽ കിട്ടി. എനിക്ക് സന്തോഷമുള്ള അപ്പൊ ഇത്രയും വലിയ കാര്യമാണ് ഇപ്പൊ ഈ CP രാധാകൃഷ്ണൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ഇനിയും സിനുജി ഒന്നും പറയണ്ട, ബാക്കിയൊക്കെ ഞാൻ പറയും. ശരി, അത്ര സന്തോഷം. എങ്ങനെ പരിചയം? അദ്ദേഹം ഞങ്ങളുടെ പ്രഭാരി ആയിരുന്നല്ലോ. 2020 മുതൽ ഞങ്ങളുടെ പ്രഭാരി ആയിരുന്നു. അപ്പം ഞാൻ പാവം ഒരു ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ BJP ഓഫീസ് ഇരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് കയർ ബോർഡിൻ്റെ ചെയർമാനായിരുന്നു 2016 മുതൽ. അപ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥലങ്ങളൊക്കെ പരിചയമുള്ള സ്ഥലമാണ്. സിനുജി വിശ്വസിക്കും, നമ്മൾ എന്ത് മെസ്സേജ് അയച്ചാലും മറുപടി സ്വന്തമായിട്ട് തന്നെ വരും. ഞാനൊരിക്കൽ എനിക്കെന്തോ ഒരു സ്ഥാനം കിട്ടിയതിനെക്കുറിച്ചോ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ്റെ എന്തോ കൊസ്രാക്കൊള്ളിയായി എന്നൊക്കെ പറഞ്ഞ് അയച്ചപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, കീപ്പ് അപ്പ് യുവർ ഗുഡ് വർക്ക്, ദ സക്സസ് വിൽ കം ടു യു. അദ്ദേഹം എഴുതി അയച്ചിരിക്കുക. അപ്പോഴാണ് സിനുജി, ഇന്നലെ അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ TV കൂടെ കേൾക്കുമ്പോൾ അദ്ദേഹം ഒരു ടേബിൾ ടെന്നീസ് പ്ലെയർ ആയിരുന്നു. ചുമ്മയല്ല, ഞങ്ങൾ 2 കൂടെ നല്ല ഒരു ഇതായത്. സിനുജി ഇവിടെ വന്നാൽ, അദ്ദേഹം ഇവിടെ പ്രഭാരിയായിരുന്നു, എല്ലാവരെയും പോയി കാണും. ജാതി മതഭേദമന്യേ മുസ്ലിം പള്ളികളിൽ പോകും, ക്രിസ്ത്യൻ പള്ളികളിൽ പോകും, നമ്മളുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ എല്ലാവരുടെ സ്ഥലത്തും പോകും. അപ്രോച്ചബിളാണ്. അദ്ദേഹത്തിൻ്റെ വേഷം തന്നെ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ധരിക്കുന്ന പോലെ ഒരു ജുബ്ബയും ഒരു മുണ്ടും, അല്ലാണ്ട് കോട്ടും സൂട്ടും അങ്ങനെ ഷർട്ടോ മോഡിക്കോട്ടോ അങ്ങനെയൊന്നും ഞാൻ അദ്ദേഹത്തിനെ ഇട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഇട്ടിട്ടുണ്ടാകാം, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒരു എന്താണ് പറയുന്നത്, തങ്കച്ചി, ഞാൻ അദ്ദേഹത്തിന് ഇളയതാണ്, തങ്കച്ചിയോടുള്ള പോലെയാണ് അദ്ദേഹം സംസാരിക്കുക. അദ്ദേഹം ഇത്ര വലിയ ചുമതലകൾ, മഹാരാഷ്ട്ര ഗവർണർ എന്ന് പറയുമ്പോൾ ചില്ലറക്കാരില്ല. ആദ്യം ജാർഖണ്ഡിലായിരുന്നു. എങ്കിൽ പോലും ഒരു മെസ്സേജ് അയച്ചാൽ 2 മണിക്കൂർ കഴിയുമ്പോൾ ടിക് ടിക് നടിക്കുമ്പോൾ CP രാധാകൃഷ്ണൻ എന്ന് ഞാൻ സേവ് ചെയ്തിരിക്കുന്ന നമ്പറിൽ നിന്ന് നമുക്ക് തിരിച്ച് വ്യക്തമായൊരു മെസ്സേജ് വരും. സിനുജി, അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറായിട്ട് പോയി. കേരളമായിട്ട് അദ്ദേഹത്തിന് ബന്ധമൊന്നുമില്ല. പക്ഷേ പഹൽഗാമിൽ നമ്മുടെ ഒരു ചേട്ടൻ, രാമചന്ദ്രൻ ചേട്ടൻ മരിച്ചല്ലോ എടപ്പള്ളിയിൽ, അദ്ദേഹം വരാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ PA ആയിട്ട് പ്രവർത്തിക്കുന്നത് MK പിള്ള എന്ന് പറഞ്ഞിട്ട് തൃക്കാക്കരയിലുള്ളൊരു മാന്യ വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ കോയർ ബോർഡിൽ നിന്ന് തുടങ്ങിയ റിലേഷൻഷിപ്പാണ്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ അദ്ദേഹം ഉപരാഷ്ട്രപതിയാകുമ്പോഴും നമ്മളുടെ ഒരു ആക്സസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബലമായിട്ടിരിക്കണ MK പിള്ള ചേട്ടനാണ്. ഇദ്ദേഹം ഫോൺ എടുക്കും കേട്ടോ, ഒരു പ്രശ്നവുമില്ല. കാൻഡിഡേറ്റ് ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു ആ നമ്പർ മാറിയെന്നോ അതോ സെക്യൂരിറ്റിയുടെ കയ്യിലായിരിക്കാം, ഫോൺ എടുത്തിട്ടില്ല. പക്ഷേ MK പിള്ള ചേട്ടൻ ഇപ്പോഴും നമുക്ക് ആക്സസിബിളാണ്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കാണാൻ വരുന്നുണ്ട് പത്മജ, ഒന്ന് വരുമെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. വരുന്നത് ആരാ? മഹാരാഷ്ട്ര ഗവർണറാണ് കേട്ടോ. ഞാനൊരു വാർഡ് കൗൺസിലർ. ഞാൻ ചെന്ന് അവിടെ കാത്തു നിന്നു. അദ്ദേഹം വന്ന് അവരോട് പറയാനുള്ളത് മുഴുവൻ കേട്ട്, അവരുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു. ആ മകളെയും മകനെയൊക്കെ സ്നേഹപൂർവ്വം ചേർത്ത് നിർത്തി. അതിനിടയിൽ സിനുജിക്കിൻ്റെ സ്വഭാവം കുറച്ചറിയാമല്ലോ, ജംപ് ദ ഗണ്ണ്. സാർ, ഒരു പ്രോട്ടോക്കോൾ ലംഘനം അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എന്തിനൊരു കാര്യമാക്കുന്നത്, പത്മരാജിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ. അപ്പം ഞാനിങ്ങനെ ആ കുട്ടിക്ക് കുറച്ച് സൈബർ അറ്റാക്കൊക്കെ ഉണ്ടായല്ലോ, കരഞ്ഞില്ല, അച്ഛൻ മരിച്ചപ്പോൾ കരഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, മോളെ ഇങ്ങനെ എന്നെ പറഞ്ഞേ, മോളെ അതൊന്നും മോൾ ഇതാക്കണ്ട. മോളുടെ അച്ഛൻ മോളുടെ കൺമുമ്പിൽ നഷ്ടപ്പെടുമ്പോൾ മോൾ എത്രമാത്രം ദുഃഖിച്ചിട്ടുണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ അമ്മയെ തല്ലിയാലും 2 പക്ഷമുണ്ടല്ലോ. അത് അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷിലും തമിഴിലും ഹിന്ദിയിലൊക്കെ ആയിട്ട് പറഞ്ഞു, മലയാളം ഫ്ലുവൻ്റായിട്ട് അറിയില്ല. അപ്പം അങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരാളാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിള്ളച്ചേട്ടൻ്റെ ഫോൺ വരുന്നു, ഒരു 5 ലക്ഷം രൂപ ഗവർണറിന് ഈ കുടുംബത്തിന് കൊടുക്കണമെന്നുണ്ട്. അദ്ദേഹത്തിന് എന്ത് കാര്യം, ഒരു തമിഴ്നാട്ടുകാരനല്ല, അല്ലെങ്കിൽ മഹാരാഷ്ട്ര അദ്ദേഹത്തിൻ്റെ ചുമതലയിലിരിക്കുന്ന സംസ്ഥാനത്തു നിന്നുള്ള ആളല്ല, മലയാളിയാണ്. പക്ഷേ സഹോദരൻ നഷ്ടപ്പെട്ട ഒരു ദുഃഖമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ, അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന പോലെ ഒരു സഹായം. സിനുജി, നിങ്ങൾ വിചാരിക്കുമോ ഗവൺമെൻറ്റിൻ്റെ കാശില്ല അത് കൊടുത്താൽ മതിയല്ലോ? അങ്ങനെയല്ല. അദ്ദേഹം ഒറ്റ കാശ് പോലും എടുത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നെടുത്ത് ചിലവാക്കിയ വ്യക്തിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഐ സ്റ്റാൻഡ് കണക്റ്റഡ്. ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അദ്ദേഹം ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ഓരോന്നിടത്ത് വിൽക്കും, ഓരോ പ്രോപ്പർട്ടി എടുത്ത് അദ്ദേഹം വിൽക്കും.
അദ്ദേഹം 2 പ്രാവശ്യം എലക്റ്റഡ് MP ആയിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് എലക്റ്റഡ് MP ആയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്റ്റാൻലിലും അവരൊക്കെ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് എലക്റ്റഡ് MP എന്ന് പറയുമ്പോൾ 7 കോൺസ്റ്റിറ്റ്യുവൻസി ജയിക്കണം അല്ലേ? ഒന്നോ രണ്ടോ കോൺസ്റ്റിറ്റ്യുവൻസി ഇല്ല, 2 പ്രാവശ്യം എലക്റ്റഡ് MP ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സ്വയം സേവകനായിട്ട് തുടങ്ങിയതാണ്. ജനസംഘമായിരുന്നപ്പോൾ തമിഴ്നാടിൻ്റെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം കേട്ടോ. പിന്നെ ഈ ഇലക്ഷൻ വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഇന്ത്യ മുന്നണി അങ്ങനെ നിൽക്കുന്നു, NDAക്ക് നമ്മുടെ BJPക്ക് ആണെങ്കിലും വലിയൊരു മെജോറിറ്റിയിൽ നമ്മൾ നിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. അതിനിടയ്ക്ക് ഞാൻ കേട്ടേക്കനിലേക്ക് ഏറ്റവും തമാശയുള്ള ഒരു ചോദ്യം പോലും ഞാൻ കേട്ടൊരു വലിയ ജേർണലിസ്റ്റിൻ്റെ അടുത്തുനിന്ന്, പേര് പറയുന്നില്ല. 2 സൗത്ത് ഇന്ത്യക്കാരെ എന്താ ഫീൽഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ചോദ്യം അമിത്ഷാജിയോടാണ്. നമുക്ക് അങ്ങനത്തെ ഒരു ഇതേ ഇല്ല എന്ന് അമിത്ഷാജി പറഞ്ഞു. അദ്ദേഹം സൗത്ത് ഇന്ത്യയുടെ അല്ല ഉപരാഷ്ട്രപതി ആകാൻ പോകുന്നത് ഇന്ത്യക്കാരുടെയാണ്. ഇവരെല്ലാം കൊണ്ട് ഫീൽഡ് ചെയ്യിപ്പിച്ചേ. NDA എന്ത് ചെയ്താലും പുറകെ ഇന്ത്യ മുന്നണി അതുപോലെ ചെയ്യും. വേറെ ആരെയും കിട്ടാഞ്ഞിട്ടാണ് ഇത്രയധികം പ്രമാദമായ കേസുകളിൽ റോങ് വേർഡിക്ട്സ് വന്ന് ജനങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും അധികം ഒരു ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായി നിൽക്കുന്ന ഒരാളെ കൊണ്ടുവന്ന്, പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയത് വേറെ ഇന്ത്യയിൽ ആരും ഇല്ലാഞ്ഞിട്ടാണോ? NDA മുന്നണി സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരാളെ നിർത്തി, ഉടനെ ഞങ്ങളും നിർത്തി. അത് കഴിഞ്ഞിട്ട് മോഡിജിയൊക്കെ നമ്മൾ കുറേ സോഷ്യൽ മീഡിയയിൽ കണ്ടു, ക്ലാസ്സുകളുണ്ടായിരുന്നു എങ്ങനെ വോട്ട് ചെയ്യണം. ഒരു വോട്ട് പോലും നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല, പ്രഷ്യസാണ്. മോഡിജി വന്ന് രജിസ്റ്റർ ചെയ്തിട്ട് പുറകിലത്തെ റോയിലാണ് ഇരിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി ഞെളിഞ്ഞു കയറി വന്ന് മുമ്പിലിരിക്കില്ല. ആൾക്കാർ കുറ്റം പറയുമല്ലോ, 56 ഇഞ്ച് നെഞ്ചിൻ്റെ വിരിവെന്ന്, അതൊന്നും നമ്മൾ കണ്ടില്ല. വളരെ ഭവ്യതയോടെ ഒരു സാധാരണ MP ഇരിക്കുന്ന പോലെ ഇരുന്ന് ക്ലാസ് കേട്ട് മനസ്സിലാക്കി. ഇവർക്ക് 315 വോട്ടുണ്ടായിരുന്നു. സിനിമജിക്ക് അറിയാമോ? NDA മുന്നണിക്ക് അത്രയും വോട്ടുണ്ടായിരുന്നു. 300 ഇദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. എവിടെ പോയി ബാക്കി? അപ്പോൾ ജനസംഘം രൂപവൽക്കരിക്കുന്നതിന് മുമ്പ് RSS പ്രവർത്തനായ വ്യക്തിയാണ് CP രാധാകൃഷ്ണൻ. ഒരു പക്ഷേ ഈ ഉപരാഷ്ട്രപതി പദത്തിലേക്ക് എത്തുന്ന പൂർണ്ണസമയ RSS പ്രവർത്തകൻ ആദ്യത്തെ വ്യക്തി CP രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് അപ്പോൾ വ്യക്തിപ്രഭാവം ഉണ്ടാവില്ലേ? അതുകൊണ്ടാണ് ഈ പ്രതിപക്ഷത്തിന്റെ വോട്ടുകൾ പോലും സമാഹരിക്കാൻ കഴിഞ്ഞത്. അല്ല സിനിമജി, നമ്മൾ മനസ്സിലാക്കണം വേറെ ഒന്നുമല്ല. അദ്ദേഹം മഹാരാഷ്ട്രയിലെ ഗവർണർ പദവിയിൽ നിന്നാണ് ഇതിലേക്ക് വന്നേക്കണേ. മഹാരാഷ്ട്രയിൽ നിന്നുള്ള കുറച്ച് പേര് മാറ്റി കുത്തിയിട്ട്, കാരണം അത്ര നല്ല മനുഷ്യനൊന്ന് ആലോചിച്ച് നോക്കൂ. തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഞങ്ങളുടെ അണ്ണ, ഞങ്ങളുടെ തമ്പി, എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്, എല്ലാവരും പറയുന്നത്. ഈ സ്റ്റാലിൻ്റെ DMK-കാർക്ക് പോലും അദ്ദേഹം ഞങ്ങളുടെ അണ്ണനാണ്, ഞങ്ങളുടെ തമ്പിയാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിച്ചു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ഒരു ആരോ താമസിക്കുന്ന വില്ലേജിൽ ജനങ്ങൾ മുഴുവൻ അമ്പലത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പോലെ കാം ആൻഡ് പൊളൈറ്റ്. ഇപ്പം ചേച്ചി പറയുന്ന പോലെ തമിഴ്നാട്ടുകാരുടെ അണ്ണനാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഈ ഉപരാഷ്ട്രപതി മലയാളത്തിൻ്റെ സ്വന്തമാണ്, അല്ലെ കേരളത്തിൻ്റെ സ്വന്തമാണെന്ന് പറയോ? സ്വന്തമാണ്. കാരണം അദ്ദേഹം ഇപ്പം നമ്മുടെ വിശിഷ്ട കാത്തോലിക്ക ബാവ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഉണ്ടായി, അറിയാലോ, വലിയ സ്ഥാനാരോഹണ ചടങ്ങുകളൊക്കെ ആയിരുന്നു. എനിക്ക് ഫോൺ വന്നു, പത്മജ എനിക്ക് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് വേണം. അദ്ദേഹത്തിന് വെറുതെ വിളിച്ചു പറഞ്ഞാൽ അദ്ദേഹം എവിടെ വേണമെങ്കിലും ചെന്ന് സ്വീകരിക്കാമായിരിക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞു എനിക്ക് അപ്പോയിൻമെൻറ്റ് വേണം, അദ്ദേഹം എവിടെ താമസിക്കുന്നു അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് ഞാൻ പോയി കാണാം, അവിടെ പോയി കാണാം. പുത്തൻകുരിശിൽ പോയി കണ്ടു. പോയി കണ്ട് ബാവയോട് തനിച്ച്, അങ്ങനെ ഒരു രാഷ്ട്രീയവും സംസാരിക്കില്ല കേട്ടോ, സംസാരിച്ച് അതാണ് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത. ആ ശ്രേഷ്ഠതയും മാന്യതയും കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം NDA മുന്നണി അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയത്. സിനുജി 452 വോട്ടല്ലേ? ശരിക്കും എല്ലാവരും വിചാരിച്ചു 445 വോട്ടാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നതിൽ ഏറ്റവും കുറവ് മാർജിനിൽ ജയിച്ച ഒരു ഉപരാഷ്ട്രപതി. നമ്മൾ പേര് പറയുന്നില്ല, അതിലേക്കും താണു പോകുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം മറ്റുള്ളവരുടെ വോട്ടും കൂടെ ഏറ്റെടുത്താണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആകാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി നല്ല ആകാര സൗഷ്ഠവമാണ് കേട്ടോ, നല്ല പൊക്കമുണ്ട്, 65 വയസ്സിന് മേലെ പ്രായമുണ്ട്, ഉണ്ട്. എന്നാലും ആ നടക്കുന്ന രീതി, ആ പ്രൗഢി, എവിടെ വേണമെങ്കിലും ഇന്ത്യക്കാരനാണ് ഞാൻ, ഇന്ത്യയുടെ ആത്മാവാണ്, ഇന്ത്യ വളർന്നു വരുന്ന വികസിത ഭാരതത്തിൻ്റെ വക്താവാണ് ഞാൻ എന്ന് പറഞ്ഞ് തലയുയർത്തി നിൽക്കാനായിട്ട് തലയെടുപ്പും ആർജവും കാംനെസ്സും പൊളൈറ്റ്നെസ്സുമുള്ള വ്യക്തിയാണ് നമ്മളിപ്പോൾ ഉപരാഷ്ട്രപതിയായിട്ട് ഇന്നലെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അഭിമാനപൂർവ്വം ഏത് ഭാരതീയനും പറയാം, എവിടെ പോയാലും അക്കയാണ്, തങ്കച്ചിയാണ്, ഭായിയാണ്, ബഹനാണ്, മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സാണ്.
ലോകത്തെ തന്നെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യത്തെ ഉം. ഏറ്റവും ഉന്നതമായ രണ്ടാമത്തെ പദവിയിലേക്കാണ് CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ. ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ തമിഴ്നാട്ടുകാരുടെ മാത്രമല്ല മലയാളികളുടെയും സ്വന്തം ഉപരാഷ്ട്രപതി നമുക്ക് സ്വന്തം പറയാം. ഞങ്ങളുടെ അഭിമാനമാണ്. കാരണം ഓരോ BJP പ്രവർത്തകൻ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഓരോ സ്ഥലത്തും അദ്ദേഹം കയറി ചെല്ലും. അപ്രോച്ചബിളാണ്. ഒന്നും നോക്കി ഒരൊറ്റ നോക്കിൽ അദ്ദേഹം പ്ലീസ് കമ്മിൻ എന്ന് പറയും. അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ PA വന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയിട്ട് ആരാണെന്ന് പോയി റിപ്പോർട്ട് ചെയ്ത് സിനൂജി വന്ന് നിൽക്കുന്നു, എന്നാൽ 10 മിനിറ്റ് നിൽക്കുക. അപ്പോൾ അത് കഴിഞ്ഞായിരിക്കും ഞാൻ വരാം, എന്നാൽ പത്മജയെ കയറ്റി വിടും. അത് ശരി, അപ്പോൾ നമ്മളെ ഒഴിവാക്കുക അല്ലേ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. സിനൂജി ആണെങ്കിൽ സിനൂജി ആദ്യം, പത്മജ പിന്നെയല്ലേ വന്ന് ഒരു സെക്കൻഡ് വൈകിയല്ലേ വന്ന്, അത് കഴിഞ്ഞിട്ട് മതി. അല്ല, പത്മജ BJPയുടെ ആളല്ലേ, ആ കുട്ടി ആദ്യം കയറ്റി വിടൂ. അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരേപോലെ കാണുന്ന സർവഥാ യോഗ്യനായ ഒരു വ്യക്തിയെ നമുക്ക് ഉപരാഷ്ട്രപതിയായി കിട്ടിയതിൽ അഭിമാനം, ആഹ്ലാദം ഒരു BJPക്കാരെന്ന നിലയിൽ മാത്രമല്ല കേട്ടോ, ഒരു ഈ ഭാരതീയ പൗരൻ എന്ന നിലയിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.